We are continuing the problems from the first module. The next problem is, if the vector r equal to cos ti plus a sin tj plus a t tan alpha k, then find the following two terms, that is determinant value of dr dt, modulus value of dr dt cross d square r by dt square, and this term, and this representation is known as the scalar triple product. We need to find the scalar triple product of dr by dt, d square r by dt square, d cube r by dt cube. For finding this scalar triple product, first let us see what is scalar triple product. The scalar triple product of three vectors, namely a, b, c. Let the vector a be a1i plus a2j plus a3k, and vector b equal to b1i plus b2j plus c2k, and let vector c equal to c1i plus c2j plus c3k. Then the scalar triple product of three vectors is denoted by like this. In between the brackets we denote the three vectors like this, and it is defined to be a dot b cross c, and the value will be equal to the determinant value of these three vectors, that is, which will be equal to the first vector in the scalar triple product. അതിൻ്റെ കമ്പോണൻസിനെ ഡിറ്റർമിനൻറ്റിൻ്റെ ഫസ്റ്റ് റോയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എ എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് എന്താണ്? a1 a2 a3, അതാണ് ഫസ്റ്റ് റോയിൽ വരുന്നത്. ദെൻ സെക്കൻഡ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിലെ സെക്കൻഡ് വെക്ടർ ആയിരിക്കണം, സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആയിരിക്കണം സെക്കൻഡ് റോ, ആൻഡ് തേർഡ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആയിരിക്കണം തേർഡ് റോയിൽ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതിന് ചെറിയൊരു പ്രൂഫ് പോലെ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫോമിൽ മാത്രം ഓർത്തിരുന്നാൽ മതി, പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻ കേസ് മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് എ ബി സി ഈസ് ഡിഫൈൻഡ് ടു ബി എ ഡോട്ട് ബി ക്രോസ് സി. ബി ക്രോസ് സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻറ്റിൽ ഐ ജെ കെ, സെക്കൻഡ് റോയിൽ എന്ത് എഴുതണ്ടേ? ബിയുടെ കമ്പോണൻസിന്, തേർഡ് റോയിൽ സിയുടെ കമ്പോണൻസ്. ദെൻ ഈ ഡിറ്റർമിനൻ്റ് ഒന്ന് ഫസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാണ്, എക്സ്പാൻഡിങ് ത്രൂ ദി ഫസ്റ്റ് റോ. സോ ദി ഡിറ്റർമിനൻ്റ് ഓപ്പറേഷൻ ഈസ് ഐ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി ടു ബി ത്രീ സി ടു സി ത്രീ, അതാണ് ബി ടു ഇൻറ്റു സി ത്രീ മൈനസ് സി ടു ഇൻറ്റു ബി ത്രീ ഫസ്റ്റ് ടേം, മൈനസ് ആദ്യത്തെ ടേം പോസിറ്റീവ്, ദെൻ നെഗറ്റീവ് പോസിറ്റീവ്, മൈനസ് ജെ ഇൻറ്റു ദി ഡിറ്റർമിനൻറ്റ് നോട്ട് കണ്ടെയ്നിങ് റോ ആൻഡ് കോളം വിച്ച് ഇൻക്ലൂഡഡ് ബൈ ജെ. ജെ എന്നുള്ള ടേം വരുന്ന ആ റോയും കോളവും കൂടി കളഞ്ഞിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഏതൊരു ബി1 ബി3 സി1 സി3, ആ വാല്യൂ ആണ് ബി1 സി3 മൈനസ് സി1 ബി3 ഇൻറ്റു ജെ പ്ലസ് കെയുടെ ഡിറ്റർമിനൻ്റ് കെ ഇൻറ്റു ബി1 ബി2 സി1 സി3യുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ. ദെൻ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഇവിടെ രണ്ട് പ്രൊഡക്റ്റ്, എ എന്നുള്ള വെക്ടർ എന്ന് പറയുന്നതാണ് a1i പ്ലസ് a2j പ്ലസ് a3k. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സ്കെയിലാർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ എ ഡോട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മീനിങ്, എ ഡോട്ട് ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എ ഡോട്ട് ബി ഈക്വൽ ടു a1 ഇൻറ്റു b1 പ്ലസ്, അതായത് കറസ്പോണ്ടിങ് ഐയുടെ കമ്പോണൻസ് പ്ലസ് ജെയുടെ കമ്പോണൻസിൻ്റെ പ്രൊഡക്റ്റ് പ്ലസ് കെയുടെ കമ്പോണൻസ്, a2 ഇൻറ്റു b2 പ്ലസ് a3 ഇൻറ്റു സി, ഇവിടെ b3 ആണ് എഴുതിയത്, മാറിപ്പോയത്, a3 ഇൻറ്റു b3. ഓക്കെ, ദസ് വി ഗെറ്റ് ദി കറസ്പോണ്ടിങ് ഇതിൻ്റെ രണ്ട് വെക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a1 ഇൻറ്റു b2 c3 മൈനസ് c2 b3 പ്ലസ് a2 ഇൻറ്റു, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ്, സോ ഈ ടേം നെഗറ്റീവ് ആവേ, മൈനസ് ഇൻറ്റു a2 b1 c3 മൈനസ് c1 b3 പ്ലസ് a3 ഇൻറ്റു b1 c2 മൈനസ് c1 b2. ഇനി ഇതെന്താണെന്ന് നോക്കിയേ, ഈ ഡിറ്റർമിനൻറ്റിനെ ഫസ്റ്റ് റോയിൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴല്ലേ ഈ ടേം കിട്ടുന്നത്. നോക്കിയേ, a1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് b2 b3 c2 c3, അതല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, സോ a2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് b1 b3 c1 c3, അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. സോ അതാണ് പറഞ്ഞത് സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ എന്നുള്ളൊരു വെക്ടർ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് dr by dt ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മോഡുലസ് മീൻസ് മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്.
അപ്പോൾ ആർ എന്നുള്ള വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡി ആർ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ, ഡെറിവേറ്റീവ് ഓഫ് ദി വെക്ടർ ആർ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ആറിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡി ആർ ബൈ ഡി ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. സോ അതിനെ അതുപോലെ തന്നെ നിർത്തുക. അടുത്തത് എന്താ, കോസ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ ടി ഇൻറ്റു ഐ പ്ലസ് എ ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഇൻറ്റു ജെ പ്ലസ് എ ടിയുടെ ഡെറിവേറ്റീവ് 1. ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി ആയതുകൊണ്ട് ടാൻ ആൽഫ. അപ്പോൾ എ ടാൻ ആൽഫ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് നിർത്തുക. ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1, കെയിന് അതുപോലെ തന്നെ എഴുതാം. സോ ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ ആണ് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് എ ടാൻ ആൽഫ കെ. ദെൻ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് എ എന്ന് പറയുന്നത് എന്താ, അവിടെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഇൻറ്റു ഐ പ്ലസ് എ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതാം. കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി, അതും അങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ് വന്നേക്കുന്നത്. അപ്പോൾ മൈനസ് എ സൈൻ ടി ജെ. ദെൻ നമുക്കിവിടെ ഒരു ഡി ക്യൂബ് ആർ ബൈ ഡി ടി ക്യൂബിൻ്റെ ടേം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ അതും കൂടി നമുക്ക് ഒറ്റയടിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡി ക്യൂബ് ആർ ബൈ ഡി ടി ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ എ സൈൻ ടി ഐ മൈനസ് എ കോസ് ടി ജെ എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡി ആർ ബൈ ഡി ടി ക്രോസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്തിട്ടാണ് ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ രണ്ടിൻ്റെയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഐ ജെ കെ സെക്കൻഡ് റോയിൽ ഏത് കൊടുക്കുക, ഡി ആർ ബൈ ഡി ടിയുടെ കമ്പോണൻസ് അത് ഏതൊക്കെയാണ്, മൈനസ് എ സൈൻ ടി എ കോസ് ടി ആൻഡ് എ ടാൻ ആൽഫ കൊടുത്തു. ദെൻ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയറിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, മൈനസ് എ കോസ് ടി മൈനസ് എ സൈൻ ടി. ഇനി ഇവിടെ കെയുടെ കമ്പോണൻ്റ് എന്താ, ഇല്ല എന്നുള്ളതിൻ്റെ മീനിങ് 0 ആണ്. 0 ഇൻറ്റു കെ കമ്പോണൻസ് 0 എന്ന് എടുക്കുക. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡിങ് ത്രൂ ഫസ്റ്റ് റോ യൂസ് ചെയ്തിട്ട് ഈ ഡിറ്റർമിനൻ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ we need to find the magnitude of dr by dt cross d square r by dt square. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു വെക്ടർ എ എന്നുള്ള വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ എ എന്നുള്ള വെക്ടർ നമ്മൾ എങ്ങനെ എടുത്തത്, a1 i പ്ലസ് a2 j പ്ലസ് a3 k എന്നാണ് എടുത്തത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് എന്ത് വരും, റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ എന്നുള്ളതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡി ആർ ബൈ ഡി ടി ക്രോസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെക്ടറിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് അല്ല മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് വരും, ഈ ഐ ജെ കെയുടെ കമ്പോണൻസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് സം ചെയ്യുക. സോ റൂട്ട് ഓഫ് ഐയുടെ കമ്പോണൻറ്റ് എന്താ, എ സ്ക്വയർ സൈൻ ടി ടാൻ ആൽഫ ദി ഓൾ സ്ക്വയർ പ്ലസ് ജെയുടെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മൈനസ് എ സ്ക്വയർ കോസ് ടി ടാൻ ആൽഫ പ്ലസ് കെയുടെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എ സ്ക്വയർ ദി ഓൾ സ്ക്വയർ. സോ ഈ സ്ക്വയറൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, എ റേസ് ടു 4 സൈൻ സ്ക്വയർ ടി ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് എ റേസ് ടു 4 കോസ് സ്ക്വയർ ടി ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എ റേസ് ടു 4. ഇനി ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് നമുക്കൊരു എ റേസ് ടു 4 ടാൻ സ്ക്വയർ ആൽഫയിലേ നോക്കി അതിനൊക്കെ പുറത്തോട്ടെടുത്തു. അപ്പോൾ ബാക്കി പറഞ്ഞ ടേംസ് ഏതൊക്കെയാണ്, സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. ഇവിടെ ടി ആണ്, സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറയുന്നത് എന്ത് വരും, 1 വരും. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ആൻസർ എന്തായി മാറും, റൂട്ട് ഓഫ് എ റേസ് ടു 4 ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് എ റേസ് ടു 4. ഇപ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ട് എ റേസ് ടു 4 ഉണ്ട്. ആ എ റേസ് ടു 4 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് 1 എന്ന് വന്നു. ഇനി ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 സ്ക്വയർ ആൽഫയാണ്. നമ്മളവിടെ 6 സ്ക്വയർ ആൽഫ എന്ന് റീപ്ലേസ് ചെയ്തു. ഇനി ഒന്ന് റൂട്ട് എടുക്കുകയാണ്. റൂട്ട് എടുക്കുമ്പോൾ എ റേസ് ടു 4ൻ്റെ റൂട്ട് എ സ്ക്വയർ വരും. 6 സ്ക്വയർ ആൽഫയുടെ റൂട്ട് എന്ന് പറയുന്നത് സീക്ക് ആൽഫ എന്ന് വരും. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ സ്ക്വയർ സീക്ക് ആൽഫ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ഡി ആർ ഡി ടി ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ഡി ക്യൂബ് ആർ ബൈ ഡി ടി ക്യൂബ്. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് ഓരോ വെക്ടേഴ്സിൻ്റെ കമ്പോണൻസ് ഡിറ്റർമിനൻ്റ് ഫസ്റ്റ് 3 റോസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ
ആ ഒരു വെയിലാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. dr/dt നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ കോഎഫിഷ്യൻസ് ഇട്ട് കൊടുത്തു. ദെൻ സെക്കൻഡ് റോയിൽ d²r/dt²ൻ്റെ കമ്പോണൻസ്, ദെൻ d³r/dt³ കമ്പോണൻസ്. ദെൻ ഈ ഡിറ്റർമിനൻറ്റ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എളുപ്പം ഏതാ? ഈ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യണേക്കാളും ഈ തേർഡ് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനെ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. a tan alpha ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് ഡിറ്റർമിനൻറ്റ്. ഈ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ചെയ്താൽ മതി. ബാക്കി എന്താവും? -0 + 0 എന്നുള്ളത് അതെന്താവും? ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഒരൊറ്റ ടേം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഐ ആം എക്സ്പാൻഡിങ് ദിസ് ഡിറ്റർമിനൻറ്റ് ത്രൂ ദി തേർഡ് കോളം. So a tan alpha into determinant value of -a cos t minus a sin t, a sin t minus a cos t. അതിൻ്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. -a cos t ഇൻറ്റു -a cos t എന്ന് പറയുമ്പോൾ a² cos² t മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവില്ലേ? സോ കാരണം ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ മൈനസ്, ഇവിടെ എഗൈൻ ഒരു മൈനസ് ഉണ്ട്, അങ്ങനെയാണ് ഇവിടെ പ്ലസ് ആയിരിക്കുന്നത്. ഇനി a² sin² t. എഗെയിൻ ഇവിടുന്ന് a² ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ബ്രാക്കറ്റിൽ cos² t പ്ലസ് sin² t എന്ന് വരും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് a ഇൻറ്റു a² a³ എന്ന് എടുക്കുകയാണെങ്കിൽ a³ tan alpha എന്ന് വരും. സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് dr/dt d²r/dt² d³r/dt³ വാല്യൂ. ഓക്കെ. Then the next problem is, if du/dt equal to vector w cross product with vector u, and if dv/dt equal to vector w cross vector v, then we need to prove this condition, that is d/dt of u cross v equal to w cross u cross v. ഇതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. രണ്ട് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് a ക്രോസ് ബിയുടെ ഡെറിവേറ്റീവ് ഡിറ്റർമിനൻ്റ് വാല്യൂ അല്ല, ഇപ്പോൾ a ക്രോസ് ബി എന്നുള്ള ഒരു വെക്ടറിൻ്റെ വെക്ടർ എ ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് വെക്ടർ ബിയുടെ ഡെറിവേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ യു വി റൂള്, പ്രൊഡക്റ്റിൻ്റെ യു വി റൂളാണ് u'(v + v'(u) എന്നുള്ളത്. അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ യു ആയിട്ടും ഇതിനെ വി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ടി, അതാണ് ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ എ ബൈ ഡി ടി എന്ന് കൊടുത്തത്, ഇൻറ്റു വി എന്ന് പറയില്ലേ, ആ വിനെയാണ് ബി വെക്ടർ ആയിട്ട് എടുത്തത്, പ്ലസ് v'(u). v' എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദി വെക്ടർ ബി വിത്ത് റെസ്പെക്ട് ടു ടി, അതാണ് db/dt പ്ലസ് ഇൻറ്റു വെക്ടർ യു, അതാണ് എ. ഞാൻ എഴുതിയേക്കുന്നത് ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്തെന്നുള്ളൂ. അതായത് ഇപ്പോൾ എഴുതിയേക്കുന്നത് u'(v' പ്ലസ് u'(v) എന്നാണ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, രണ്ടിനും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ എക്കും ബിക്കും പകരം യുവിനെയും വിനെയും വെച്ച് റീപ്ലേസ് ചെയ്തേക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് dv/dtയുടെയും du/dtയുടെയും വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. dv/dtയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? വെക്ടർ w ക്രോസ് വെക്ടർ യുവും, അതുപോലെ തന്നെ du/dtയുടെ വാല്യൂ w ക്രോസ് യു എന്നുള്ളതും, പിന്നെ dv/dtയുടെ വാല്യൂ w ക്രോസ് v ആണെന്നുള്ളത്, വെക്ടർ w ക്രോസ് വെക്ടർ v എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് രണ്ടും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് മൂന്ന് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അതായത് ഈ ഒരു ഫോമുലയാണ് തരണമെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഈ ഒരു രീതിക്കാണ്. അപ്പോൾ എ ക്രോസ് ബി ക്രോസ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് a.c, എ ഫസ്റ്റ് വെക്ടർ വിത്ത് ഡോട്ട് പ്രൊഡക്റ്റിംഗ് വിത്ത് തേർഡ് വെക്ടർ a.c ഇൻറ്റു ബി വെക്ടർ ബി, ആ ഇൻറ്റു എന്ന് പറയുന്നത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ബി, മൈനസ് ഫസ്റ്റ് വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് സെക്കൻഡ് വെക്ടർ, അതാണ് a.b ഇൻറ്റു തേർഡ് വെക്ടർ. മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് പോകേണ്ടത്. ഫസ്റ്റ് വെക്ടറും തേർഡ് വെക്ടറും തമ്മിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന് സെക്കൻഡ് വെക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഫസ്റ്റ് വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റിംഗ് വിത്ത് ദി സെക്കൻഡ് വെക്ടർ ഇൻറ്റു തേർഡ് വെക്ടർ. ഈ ഒരു ഫോമിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ആ ഒരു രീതിക്ക് ഈ ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് ആ ഒരു ഫോമാറ്റിലല്ലേ.
ആ ഒരു രീതിക്ക് നമ്മളിതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? യു ക്രോസ് ഡബ്ല്യു ക്രോസ് വി പ്ലസ് ഡബ്ല്യു ക്രോസ് യു ക്രോസ് വി. അപ്പോൾ ഈ ഇക്വേഷനിൽ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? യു എന്ന് കൊടുക്കുക. ബിയുടെ സ്ഥാനത്ത് ഡബ്ല്യു വെക്റ്റർ ബി എടുക്കുക. സിയുടെ സ്ഥാനത്ത് വെക്റ്റർ യു എടുക്കുക. സോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം തന്നെ എ ഡോട്ട് സി. അപ്പോൾ ഇവിടെ എന്ത് വരും? യു ഡോട്ട് വി ഇൻറ്റു ബി എടുക്കുക ഡബ്ല്യു മൈനസ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ യു ഡോട്ട് ഡബ്ല്യു ഇൻറ്റു സി. ഇൻറ്റു സി എന്ന് പറയുമ്പോൾ വി. അതാണ് ഫസ്റ്റത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പാൻഷൻ. ദെൻ ഇവിടെ എ ആയിട്ട് എടുക്കേണ്ടത് ഡബ്ല്യുവിന് എടുക്കുക, ബി ആയിട്ട് യുവിന് എടുക്കുക. ഓക്കെ, ബി ആയിട്ട് യുവിനെ എടുക്കുക ആൻഡ് സി ആയിട്ട് വിനെ എടുക്കുക. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും? വി ഡോട്ട് ഡബ്ല്യു. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് എടുക്കുന്നതേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. കാരണം ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ സെയിം തന്നെയല്ല. സോ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. സോ വി ഡോട്ട് ഡബ്ല്യു, അതായത് ഇവിടെ എ ഡോട്ട് സി എന്ന് പറയുന്നത് ഈക്വൽ ടു സി ഡോട്ട് എ തന്നെയാണ്. സോ വി ഡോട്ട് ഡബ്ല്യു ഇൻറ്റു ബി എന്നുള്ളതാണ് വെക്റ്റർ യു മൈനസ് വി ഡോട്ട് യു ഇൻറ്റു ഡബ്ല്യു. സെയിം ഇക്വേഷൻ തന്നെ റീപ്ലേസ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ദെൻ ഇവിടെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമുക്കിവിടെ ഇപ്പോൾ ഈ രണ്ട് ടേം, ഫസ്റ്റ് ലാസ്റ്റ് ടേം ഒന്ന് നോക്കി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് യു ഡോട്ട് വി ഇൻറ്റു ഡബ്ല്യുവും ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് വി ഡോട്ട് യു ഇൻറ്റു ഡബ്ല്യു. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിൽ യു ഡോട്ട് വി വിൽ ബി ഓൾവേസ് ഈക്വൽ ടു വി ഡോട്ട് യു. അപ്പോൾ നമുക്ക് ഈ വി ഡോട്ട് യുവിനെ യു ഡോട്ട് വി എന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റും ലാസ്റ്റും ടേം തമ്മിൽ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഈ രണ്ട് ടേമിലും വി ഡോട്ട് യു എന്നുള്ളതിനെ യു ഡോട്ട് വി എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റും ലാസ്റ്റും ടേം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി വരുന്ന ടേംസ് ആണിത്. യു ഡോട്ട് ഡബ്ല്യു ഇൻറ്റു വി മൈനസ് ഉണ്ട് പ്ലസ് വി ഡോട്ട് ഡബ്ല്യു ഇൻറ്റു യു. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ മൈനസ് ഉള്ള ടേമിൽ ലാസ്റ്റ് എഴുതിയേക്കുന്നു. ഇനി ഇവിടെ വി ഡോട്ട് ഡബ്ല്യുവിനെ ഡബ്ല്യു ഡോട്ട് വി എന്ന് റീപ്ലേസ് ചെയ്തു. കാരണം ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തിരിച്ചെടുത്താലും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഡബ്ല്യു ഡോട്ട് യു എന്നുള്ളതിന് ഡബ്ല്യു ഡോട്ട് വി യു എന്ന് റീപ്ലേസ് ചെയ്തു, തിരിച്ചെടുത്തു എന്നുള്ളൂ, റിവേഴ്സ് ചെയ്തു ഓർഡർ. ഇനി ഇതെന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ഈക്വൽ അല്ലേ നോക്കി. ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് എന്ന് എടുക്കുക, സിയുടെ സ്ഥാനത്ത് വിന്ന് എടുക്കുക, ബിയുടെ സ്ഥാനത്ത് യു എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? ഡബ്ല്യു ക്രോസ് യു ക്രോസ് വി എന്നായില്ലേ, ഡബ്ല്യു ക്രോസ് ഓഫ് യു ക്രോസ് വി. സോ ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടീഷൻ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ടേം എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് യു ക്രോസ് വി ആണ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വന്നത്. ഇത് ഈക്വൽ ടു ഈ ടേം എന്നായിരുന്നു കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമുലയാണ് ഇവിടെ തിരിച്ചും മറിച്ചും യൂസ് ചെയ്യുന്നത്. പ്ലസ് ഈ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഈ കണ്ടീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഈ കണ്ടീഷനും കൂടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴാണ് അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. Then next problem, if r is a unit vector in the direction of vector r, prove that unit vector r cross product with the dr dt equal to r by r square, vector r by r square cross dr by dt, where r എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ r ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ r സ്ക്വയർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ r സ്ക്വയർ എന്നാണ് മീനിങ്. ഇനി ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതിലുണ്ടായിരുന്നു. വെക്റ്റർ എ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. സോ ആർ ക്യാപ്പ് എന്നുള്ളത് എന്ത് വരും? വെക്റ്റർ ആർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഈ ആറിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കളഞ്ഞിട്ട് സ്മോൾ ആർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതിൻ്റെ ആ ഒരു ഡിനോട്ടേഷന്. സോ ആർ എന്ന് പറയുന്നത് എന്തായി? 1/r ഇൻറ്റു വെക്റ്റർ ആർ. ദെൻ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ആറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടീനെ ആർ ക്യാപ് ബൈ ഡി ടി എന്ന് ഡിനോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 1/r ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ആർ ബൈ ഡി ടി മൈനസ് പറഞ്ഞത് വേറെ ഒന്നുമല്ല, അപ്പോൾ പറയാം. ദെൻ ഇവിടെ 1/rൻ്റെ ഡെറിവേറ്റീവ് 1/r എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/rൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ r റേസ് ടു -1 എന്ന് വരും. r റേസ് ടു -1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും? -1 ഇൻറ്റു r റേസ് ടു -2. അതാണ് -1/r സ്ക്വയർ വരുന്നത്. സോ അതാണ് ഇവിടെ വരുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത്. -1/r സ്ക്വയർ ഇൻറ്റു ഈ r എന്നുള്ളതിന് എഗെയിൻ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ആ r എന്ന് പറയുന്നത് നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡ് ആയിട്ടല്ലേ റീപ്ലേസ് ചെയ്തേക്കുന്നത്. സോ നമ്മൾ ആ r ആയിട്ട് സങ്കല്പിച്ച് അതിനെ ഡി ആർ ബൈ ഡി ടി എന്ന് എഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഇൻറ്റു വി എന്നുള്ള വെക്റ്റർ. അതാണ് ആർ വെക്റ്റർ. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തതാണുള്ളൂ. ദെൻ രണ്ട് സൈഡും
നമ്മൾ വിത്ത് ആർ എന്നുള്ള യൂണിറ്റ് വെക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആർ എന്നുള്ള വെക്ടറിനെ അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ ആർ ക്യാപ്പിന് പകരം ആർ ബൈ ആർ എന്ന് റീപ്ലേസ് ചെയ്യാണ്. ഈ ഇക്വേഷൻ്റെ ഇവിടെ റീപ്ലേസ് ചെയ്യാണ്. വേറെ ഒന്നല്ല, നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഫോമാറ്റിലേക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ആ ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, കമ്പൈൻ ചെയ്യാനേ ഉള്ളൂ. ആർ ഇൻറ്റു ആർ എന്നുള്ളതിനെ ആർ സ്ക്വയർ എന്ന് എടുക്കുക, ആർ ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ളത് ആർ ക്യൂബായിട്ട് എടുത്തു. ദെൻ ഇത് ആർ ക്രോസ് ആർ എന്നെടുത്തു. ഡി ആർ ബൈ ഡി ടീനെ ആദ്യം എഴുതി. ഇനി ഒരു വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് സെയിം വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും 0 ആണ്. അതായത് എ ക്രോസ് എ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആണ്. സോ ആ കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് 0 ആയി. സോ ഈ ഫസ്റ്റ് ടേം മാത്രം വരുള്ളൂ. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷനിലോട്ട് എത്തി. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വെക്റ്റർ ആർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്നായിരുന്നു. സോ ആ കണ്ടീഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന ടേമിൽ തന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആർ ക്യാപ്പ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ, അതായത് ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. ദെൻ പ്രോഡക്റ്റ് ടൂൾ അപ്ലൈ ചെയ്തു. പ്രോഡക്റ്റ് ടൂൾ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും മൾട്ടിപ്ലൈയിങ്, ബോത്ത് സൈഡ് ആർ മൾട്ടിപ്ലൈയിങ് വിത്ത് റെസ്പെക്ട് ടു ദി യൂണിറ്റ് വെക്റ്റർ ആർ ക്യാപ്പ്. മൾട്ടിപ്ലൈയിങ് ആർ ക്യാപ്പ്, ഇവിടെ ആർ ക്യാപ്പിന് പകരം നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ആർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ആ ആർ ക്യാപ്പിന് പകരം ആർ ബൈ ആർ വെക്റ്റർ ആർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. രണ്ടും കൂടി ഈക്വൽ ആയിട്ട് കിട്ടും. സോ ഈ പ്രോബ്ലംസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക.